ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് മിറാക്കിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തേക്കിൻകാട് മൈതാനത്തിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വടക്കുന്നാഥനെയൊക്കെ ഒന്ന് കണ്ണിറയെ തൊഴുതതിന് ശേഷം നമ്മൾ തേക്കിൻകാട് മൈതാനത്തിൽ ഓണായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറിയത് വ്യവസായ വിപണന കേന്ദ്രത്തിലേക്കാണ് കേട്ടോ. അവിടെ ഒരു സ്റ്റോൾ പോലെ വന്നിട്ടുണ്ട്. അവിടെ കുറേ കുടിൽ വ്യവസായങ്ങളായിട്ടുള്ള കുറേ ഷോപ്പുകൾ, അതിൻ്റെ ഉള്ളിൽ ഒരു എക്സിബിഷൻ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വന്നാലോ. പിന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വ്യവസായ പ്രദർശന വിപണന മേളയിൽ നമ്മൾ ഇറങ്ങിട്ടോ. ഇനി നമ്മൾ നേരെ തേക്കിൻകാട് മൈതാനത്തിന്റെ ഉള്ളിൽ കുറേ സ്റ്റോൾ പോലെ എങ്ങനെ വെച്ചാൽ ഈ ഫുട്പാത്ത് പോലെ ഇങ്ങനെ എക്സിബിഷൻ ആയിട്ടൊക്കെ കുറേ സ്റ്റാളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ച് പോവാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഓണത്തിന്റെ ദിവസങ്ങളിലൊക്കെ നമ്മൾ തേക്കിൻകാട് മൈതാനത്തിലൊക്കെ പോകുന്നത് കേട്ടോ. ശരിക്കും ഒരു ഉത്സവ പ്രതീതിയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ജനങ്ങളുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവും. പിന്നെ ഇതാ കുറേ ആൾക്കാർ നമ്മുടെ എന്താ പറയാ വടക്കുന്നാഥന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറെ സ്ട്രീറ്റ് ഫുഡുകൾ ഉണ്ട്. പിന്നെ കൈത്തറി ഉൽപ്പന്നങ്ങളുണ്ട്. അതായത് സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ധാവണിയൊക്കെ ഭയങ്കര റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത്. 300 രൂപയ്ക്കൊക്കെയാണ് കേട്ടോ സെറ്റ് മുണ്ടൊക്കെ കിട്ടുന്നത്. 350 രൂപ സെറ്റ് സാരി. പിന്നെ ധാവണി സെറ്റൊക്കെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള പാവാടൊക്കെ 600 രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ. സ്റ്റിച്ചഡ് പാവാട, വെറും ബ്ലൗസ് മാത്രം അടിച്ചാൽ മതി. അങ്ങനത്തെ ധാവണി സെറ്റ്, കത്തികള്, പിന്നെ ടോപ്പുകളൊക്കെ ഭയങ്കര വിലക്കുറവില്. പിന്നെ ഫുഡിന്റെ ആണ് മെയിനായിട്ട് കുറേ ഉണ്ട്. ഒരു 2-3 ലൈനായിട്ടാണ് ശരിക്കും ഒരു എക്സിബിഷൻ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇഷ്ടം പോലെ കടകളാണ്. നടന്ന് വയ്യാണ്ടാവും നമുക്ക്. പിന്നെ ഇതാ ഇവിടെ തലോണ കവർ 4 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്, അതും കോട്ടന്റെ തലോണ കവറാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് നോക്കി പോന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ അധിക നേരം അവിടെ നിന്നില്ല. ജസ്റ്റ് നോക്കിയിട്ട് എടുക്കണോ വേണ്ടോ ഒന്ന് സംശയിച്ച് പിന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ മോനത് ഈ ജിറാഫിനെ വാങ്ങിക്കൊടുത്തു. പിന്നെ എന്താ പറയാ, തൊപ്പികള്, ഹെൽമെറ്റ്, അങ്ങനെ ഒട്ടുമിക്ക കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ പൂവിൻ്റെ അടുത്ത് വന്നപ്പോൾ പൂ കൊണ്ടൊരു പൂക്കാലം വരെ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ തേക്കിൻകാട് മൈതാനം കേട്ടോ. അത്രമാത്രം പൂ കച്ചവടക്കാരുണ്ട് നമ്മുടെ മൈതാനത്ത്. ഇഷ്ടം പോലെ കളക്ഷൻസാണ്. മുല്ലപ്പൂവിനൊക്കെ നല്ല റേറ്റൊക്കെയാണ് കേട്ടോ. 60 രൂപ 80 രൂപയ്ക്കാണ് ഒരു മുഴം മുല്ലപ്പൂവിനൊക്കെ റേറ്റ് വരുന്നത്. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പൂക്കൾ 50 രൂപയ്ക്കോ 100 രൂപയ്ക്കൊക്കെ ആയിട്ടും, അതല്ല ഒറ്റ പൂവായിട്ടും, അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. ശരിക്കും ഒരു ഉത്സവ പ്രതീതിയാണ് ആയിട്ട് മാറിയിട്ടുണ്ട്
നമ്മുടെ തേക്കിൻകാട് മൈതാനം. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ പെട്ടെന്ന് തന്നെ പോയി കണ്ടിട്ട് വന്നാലോ. പിന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി നേരെ തോംസൺ കാസയിൽ വന്നിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.